പപ്പാ പപ്പാ അയ്യോ എന്നതാ സാർ കൊച്ചെയ്ത് തല തുറത്താതെയാണോ ബാത്റൂമിൽ നിന്ന് വരുന്നേ? അമ്മച്ചി പോ. പപ്പ വിളിക്ക്, പപ്പ തുറത്തുന്നാ മതി. പപ്പ, ഈ ഫ്രോക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ അത് കൊള്ളാലോ. പപ്പ ഇതിടാല്ലേ? ഓ അത് മതി. താങ്ക് യു പപ്പ. പപ്പ, മമ്മി ഇവിടെ എത്തിണ്ടാവോ? ഇന്നെന്താ മമ്മിയെ കാണാത്ര ധൃതി? കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് ഉണ്ടല്ലോ മമ്മീനെ. മമ്മി വിളിച്ചാ മോള് പോവോ? അതിന് മമ്മി ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ പപ്പ. ഇന്ന് മമ്മി വിളിച്ചാലോ? പപ്പ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മോളുടെ ഇഷ്ടം. പോണ്ടെന്ന് പറയാൻ പപ്പയ്ക്കാവില്ലല്ലോ മോളെ. ഞാൻ പോകുന്ന പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? മമ്മിയാണെങ്കിൽ നമ്മുടെ കൂടെ വരട്ടെ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പപ്പ, എന്താണ്? മമ്മി വരില്ലാന്ന് പറഞ്ഞിട്ടും പപ്പ എന്തിനാ മമ്മിയുടെ ഡ്രസ്സൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് അത് പിന്നെ പറ പപ്പ. മമ്മി എന്തെങ്കിലും വരുന്ന പപ്പയുടെ പ്രതീക്ഷ. അപ്പൊ പപ്പയ്ക്ക് മമ്മിയുടെ പിണക്കൊന്നുമില്ല? ആര് പറഞ്ഞു മമ്മിയോട് പപ്പയ്ക്ക് പിണക്കുണ്ടെന്ന്? അപ്പൊ മമ്മി വിളിക്കല്ലേ? വിളിച്ചു നോക്ക്. ശരി മോളെ, കഴിയുമ്പോ പപ്പയ്ക്ക് വിളിച്ചാ മതി. പപ്പ വാ. ഏയ് മോള് പോയി വാ. ശരി പപ്പ. സാറാ, മോൾക്ക് സുഖല്ലേ? സുഖാണ് മമ്മി. മമ്മിക്കോ? സുഖം. എങ്ങനെയുണ്ട് നിന്റെ ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല മമ്മി. നെക്സ്റ്റ് വീക്ക് എക്സാമാ. അത് കഴിഞ്ഞ പപ്പേനെ മൈസൂരിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മി വരൂ ഞങ്ങളുടെ കൂടെ? ഇല്ല, മോള് പോയിട്ട് വാ. മമ്മി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? മോള് കാണണം തോന്നുമ്പോ വിളിച്ചാ മതി, മമ്മി വരാം. ഇന്ന് മോള് പപ്പയെ വിളിക്ക്, മമ്മിക്ക് പോയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. പപ്പ വാ, നമുക്ക് പോവാം. അതാ കാറ് വന്നു. ശരി മമ്മി. എക്സാം നന്നായിട്ട് എഴുതി സാർ. ഓക്കെ മമ്മി. മോളെ, മമ്മി എന്താ പറഞ്ഞ്? ഓ, എന്തു പറയാൻ. സുഖാണോ? പഠിത്തമൊക്കെ എങ്ങനെ? അത്ര തന്നെ. മമ്മിയോട് വരുമെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? എപ്പോഴും പറയണ പോലെ തന്നെ, മമ്മിയെ കാണാൻ തോന്നുമ്പോ വിളിച്ചാ മതിന്ന്. ഞാനൊരു കാര്യം ചോദിച്ചാ പപ്പയ്ക്ക് വിഷമാവോ? അതെന്താ പപ്പയ്ക്ക് വിഷമാവുന്നൊരു കാര്യം? അത് എന്താണ്? മമ്മി എന്തിനാ നമ്മളെ വിട്ടു പോയത്? മോളെന്തെങ്കിലും ഇത് പപ്പയോട് ചോദിക്കുന്ന പപ്പയ്ക്ക് അറിയായിരുന്നു. മോളത് അറിയേം വേണം. മമ്മി പോകുമ്പോ മോൾക്ക് 3 വയസ്സാ. അന്ന് പപ്പയുടെ കമ്പനിയിൽ ചില ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. കമ്പനിയുടെ ഫിനാൻഷ്യൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് പപ്പയായിരുന്നു. അത് സോൾവ് ചെയ്യാന്നുള്ളത് പപ്പയുടെ വലിയ ഉത്തരവാദിത്തമായിരുന്നു. നിരന്തരം ഫോൺ കോളുകളും പിന്നെ കുറെ യാത്രകളൊക്കെ ആയി വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അതിന്റെ പേരില് മമ്മി വലിയ വഴക്കായി. പപ്പയുടെ പ്രോബ്ലംസ് എത്ര പറഞ്ഞിട്ടും മമ്മിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ മമ്മിക്ക് പോവാൻ അത് വെറും ഒരു കാരണമായിരുന്നു എന്ന് പപ്പയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെന്തായിരുന്നു പപ്പ? അത് മോൾക്ക് പിന്നീട് പറഞ്ഞു തരാം, മോള് കുറച്ചുകൂടെ വലുതായിട്ട്. പപ്പ സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. അന്ന് പപ്പ സമ്മതിക്കാണ്ടാ മമ്മി മോളെ കൊണ്ടുപോകാതിരുന്നത്. ശരി, നമുക്ക് പോവാം.
എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്താ ഡേവിഡ് ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? ഈ തോന്നല് അന്നേ ഉണ്ടായിരുന്നെങ്കില് സാറ് പപ്പാന്ന് വിളിക്കേണ്ടത് ഡേവിഡിനെ ആയിരുന്നു. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ? ഒരു പപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കെയറിങ്ങും ദീപകിൽ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ട്. അവളിപ്പോ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാ ഡേവിഡ്. മാത്രല്ല സാർ അദ്ദേഹത്തിന്റെ മോളെല്ലാം തിരിച്ചറിഞ്ഞ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഷോക്ക് അത് ഡേവിഡിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ഡേവിഡ്. ഡേവിഡിന് എന്നെയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? മെറിൻ പ്ലീസ്, നമുക്ക് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ദാറ്റ്സ് ബെറ്റർ ഡേവിഡ്. വാ നമുക്ക് പോവാം. ആ അമ്മച്ചി ഇതാ വന്നോണ്ടിരിക്കുക. മോനെ സാറക്കൊച്ചു കൂടെ ഇല്ലേ? ആ ഉണ്ടമ്മച്ചി. ഓ എന്റെ കർത്താവേ, ഞാൻ അങ്ങ് പേടിച്ചിരിക്കുവായിരുന്നു. പറയുമ്പം അവള് കൊച്ചിന്റെ മമ്മിയൊക്കെ തന്നെയാ. മോളെ കൊണ്ടുപോകല്ലേന്ന് നമുക്ക് പറയാനൊക്കുവോ? അമ്മച്ചി ഇങ്ങനെ പേടിച്ചാലോ? പേടിയില്ലാതിരിക്കോ മോനെ? അവളുടെ കൂടെ പൊരുത്തനില്ലയോ? നമ്മുടെ സാറക്കൊച്ചിന് വല്ലതും ചെയ്യുമെന്നാ പേടി. അപ്പൊ അങ്ങനൊന്നും ആലോചിക്കാതെ മോള് നമ്മളോട്ട് എവിടെ പോവാനാ? ഇതാ ഞാൻ മോൾക്ക് കൊടുക്കാം. ആ ഹലോ അമ്മച്ചി. ആ സാറമോളെ, അമ്മച്ചിയുടെ മോള് വേഗം ഇങ്ങ് വന്നേ. ഞങ്ങളിത് എത്തി. ശരി ഞാൻ വെക്കുവാണേ. ശരി മോളെ. ഓ എന്റെ കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. പപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. പപ്പയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യാ? അത് പപ്പയുടെ സാറമോളല്ലാതെ വേറെ ആരാ? റിയലി? യെസ് റിയലി. താങ്ക് യു പപ്പ, മൈ സ്വീറ്റ് പപ്പ.